Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പോകുന്നത് ഓൺഗ്രിഡും ഓഫ്ഗ്രിഡും. അപ്പോൾ ഓൺഗ്രിഡ് എന്താണ്, ഓഫ്ഗ്രിഡ് എന്തുവാണെന്നുള്ളത് ഇപ്പോഴും നിരവധി ആൾക്കാർക്ക് അറിയത്തില്ല. അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ സെറ്റാക്കിയിരിക്കുന്നത്. അപ്പോൾ ഓൺഗ്രിഡ് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് KSEBയുടെ കറണ്ട് ചാർജ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ലാവിഷായിട്ട് വീട്ടിലെ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയും. ആ സിസ്റ്റമാണ് ഓൺഗ്രിഡ് സിസ്റ്റം. അപ്പോൾ ഈ ഓൺഗ്രിഡ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ലൈവായിട്ട് സോളാർ പാനലിൽ നിന്ന് ഉണ്ടാകുന്ന DC വോൾട്ടേജിനെ കൺവേർട്ട് ചെയ്ത് AC വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ACയുടെ ഔട്ട് നേരെ നമ്മുടെ ഗ്രിഡ് കണക്ഷൻ, അതായത് വീട്ടിലെ KSEB ലൈനിൻ്റെ ന്യൂട്രലും ഫേസ് ഇതാണെങ്കിൽ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ന്യൂട്രലും ഫേസിനും പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പകല് തത്സമയം നമുക്ക് യൂസും ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിൽ ലോഡ് ഉപയോഗിച്ചില്ലെങ്കിൽ ഈ സോളാർ പ്ലാന്റിൽ ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ നമുക്ക് നേരെ KSEBക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ അതേപോലെ നൈറ്റ് സമയത്ത് നമുക്ക് സോളാർ സിസ്റ്റം വർക്ക് ചെയ്യത്തില്ല. ആ സമയം ഡൗട്ട് ചോദിച്ചോട്ടെ. അപ്പം നമുക്കാണെങ്കിൽ അതായത് കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഈ സിസ്റ്റം വർക്ക് ആവും. അപ്പോൾ നമുക്ക് ഓൺഗ്രിഡ് സിസ്റ്റത്തിനകത്തുള്ള ഒരു ചെറിയൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോകുന്ന സമയത്ത് ഈ സിസ്റ്റം വർക്ക് ചെയ്യത്തില്ല. അപ്പം ഇതിന് ബാറ്ററി ബാക്കപ്പ് ഇല്ല. ഓക്കെ, ഈ ഓൺഗ്രിഡ് സിസ്റ്റത്തിന് ഒരിക്കലും ബാറ്ററി സിസ്റ്റം ഇല്ല. പിന്നെ ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് ഇപ്പം മാർക്കറ്റിൽ നേരത്തെ തൊട്ട് അവൈലബിൾ ആണ്. പക്ഷേ അത് KSEBയുടെ ചില അപ്രൂവൽ ഇഷ്യൂ കാരണം ഇപ്പം അത് മാർക്കറ്റിൽ പോപ്പുലർ അല്ല. ഞാനും ട്രൈ ചെയ്ത ഒരു സിസ്റ്റമാണ്. പക്ഷേ അതിന് കോസ്റ്റ് എക്സ്പെൻസ് കൂടുതലുമാണ്. അതേപോലെ അപ്രൂവൽ ആകാത്ത കാരണം അത് നമുക്ക് കസ്റ്റമറുടെ നിന്നുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം കാരണം ഞാനിപ്പം ഈ ഹൈബ്രിഡ് സിസ്റ്റം ചെയ്യുന്നില്ല. ഇപ്പം മെയിനായിട്ട് പോപ്പുലറായിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓൺഗ്രിഡ് ഓഫ്ഗ്രിഡ് സിസ്റ്റമാണ്. അപ്പം ഈ ഓൺഗ്രിഡ് സിസ്റ്റത്തിൽ ഞാനിപ്പം സൂചിപ്പിച്ച പോലെ നമ്മൾ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ കറണ്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യും, പകൽ എക്സ്പോർട്ട് ചെയ്യും. അപ്പോൾ നൈറ്റ് സമയത്ത് നമുക്ക് ഈ സോളാർ പാനലിൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ആ കറണ്ട് തന്നെ നമ്മൾ തിരിച്ച് നൈറ്റ് യൂസ് ചെയ്ത് കഴിയുമ്പം ഇതിനകത്ത് എക്സ്പോർട്ട് ഇൻപുട്ട്, അതായത് കൊടുത്തതും വാങ്ങിച്ചതുമായിട്ടുള്ള റീഡിങ്സ് മനസ്സിലാക്കാൻ വേണ്ടി നെറ്റ് മീറ്റർ, ഈ കാണുന്ന നെറ്റ് മീറ്റർ നിങ്ങൾ കണ്ടോ, ഈ നെറ്റ് മീറ്റർ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇതിന്റെ ബേസ് ചെയ്താണ് ഈ ഓൺഗ്രിഡ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഓൺഗ്രിഡ് സിസ്റ്റം അപ്പോൾ നമുക്ക് കറണ്ട് ബില്ല് വരത്തില്ല. അപ്പോൾ ഓൺഗ്രിഡ് സിസ്റ്റത്തിന് നമുക്ക് കറണ്ട് ബില്ല് വരത്തില്ല. കാരണം നമ്മുടെ ഉപയോഗം, നമ്മൾ ഈ ഓൺഗ്രിഡ് സിസ്റ്റം സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ കറണ്ട് ചാർജ് നമ്മൾ ഒരു 2 മാസത്തെ ആവറേജ് കാൽക്കുലേഷൻ ചെയ്യും. അതിനെക്കാട്ടിലും കൂടുതൽ ഒരു 20% എക്സ്ട്രാ കപ്പാസിറ്റി ഉള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് കറണ്ട് ചാർജ് 0 ആക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ചില കസ്റ്റമേഴ്സ് 0 കൺട്രോളിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം എപ്പോഴും ബെറ്റർ ഞാൻ ചെയ്ത് കൊടുക്കുന്ന എല്ലാ വർക്കിലും ഞാനൊരു 25% എക്സ്ട്രാ ആയിട്ടായിരിക്കും ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ ആർക്കും അങ്ങനെ കറണ്ട് ചാർജ് വന്ന പ്രശ്നങ്ങളില്ല. പിന്നെ ഫിക്സഡ് ചാർജും കാര്യങ്ങളും മാത്രമേ വരത്തുള്ളൂ. അപ്പം ഇതിൻ്റെ മെയിൻ പോരായ്മ ഞാൻ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് ഇല്ല. അതായത് കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈ സിസ്റ്റം വർക്ക് ചെയ്യത്തില്ല. അപ്പം കറണ്ട് പോകുന്ന സമയത്തും വർക്ക് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ഒരു അഡീഷണൽ അത്യാവശ്യം ഫാനും ലൈറ്റും ഒക്കെ പ്രവർത്തിക്കാൻ വേണ്ടി ഒരു ഇൻവെർട്ടർ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഓൺഗ്രിഡ് സിസ്റ്റം ഓഫ്ഗ്രിഡ് സിസ്റ്റത്തെ പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് അറിയേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഓൺഗ്രിഡ് സിസ്റ്റത്തിൻ്റെ ഒരു വീഡിയോയും ഓഫ്ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ ഒരു വീഡിയോയും ഇട്ടേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ പിക്ചർ കിട്ടും. ഓക്കെ, അപ്പോൾ ഓഫ്ഗ്രിഡ് സിസ്റ്റം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ സോളാർ പാനലിലുള്ള DC വോൾട്ടേജിനെ നമ്മൾ ഒരു ഇൻവെർട്ടർ ത്രൂ ഒരു ബാറ്ററി ചാർജ് ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് പകൽ സമയത്ത് ഇതിനകത്തുണ്ടാകുന്ന പ്രൊഡക്ഷൻ നമുക്ക് ലൈവായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതായത് സൂര്യൻ്റെ വെട്ടവും വെളിച്ചമൊക്കെ പോയി കഴിഞ്ഞ സമയത്ത് ഇത് ബാറ്ററിയിലെ ചാർജിങ് ശകലം കുറഞ്ഞു കഴിയുമ്പോൾ ഇത് നേരെ KSEB വഴി ഗ്രിഡ് ചാർജിങ് എടുക്കും. ഗ്രിഡ് ചാർജിങ് എടുക്കുന്ന സമയത്ത് നമുക്ക് കറണ്ട് കൺസപ്ഷൻ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ബാറ്ററി അത്രയും ഫുൾ ചാർജ് റീച്ച് ആവണമെന്നുള്ള ടൈമിൽ നമ്മുടെ വീട്ടിലെ കറണ്ട് നല്ല രീതിയിൽ ലോസേജ് ആവും. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൺഗ്രിഡ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഉപകരണങ്ങൾ ഇതുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റും? അപ്പോൾ ഓൺഗ്രിഡ് സിസ്റ്റത്തിൽ മിക്ക ആൾക്കാർക്കുള്ള ഒരു സംശയമാണ് ഈ ഓൺഗ്രിഡ് സിസ്റ്റത്തിൽ എത്ര AC വർക്ക് ചെയ്യും, എന്തൊക്കെ പ്രവർത്തിപ്പിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒറ്റൊരു ആൻസറേ ഉള്ളൂ. അതായത് നമ്മുടെ KSEB ലൈനിൽ എന്തൊക്കെ സാധനങ്ങൾ പ്രവർത്തിക്കുന്നു അതെല്ലാം ഈ ഓൺഗ്രിഡ് സിസ്റ്റത്തിലൂടെ പ്രവർത്തിക്കും. ആക്ച്വലി ഓൺഗ്രിഡ് സിസ്റ്റം എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ KSEBയിലെ ഫേസിംഗ് ന്യൂട്രൽ ലൈൻ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺഗ്രിഡിൻ്റെ ഫേസിംഗ് ന്യൂട്രലും ലൈനും ഇതിന് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മളൊരു ഹെവി ലോഡ് പ്രവർത്തിപ്പിച്ചാലും വിത്ത് ഹെൽപ്പ് ഓഫ് KSEB എന്നായിരിക്കും നമ്മൾ ലോഡ് എടുക്കുന്നത്. പക്ഷേ നമ്മൾ എടുക്കുന്ന കൺസപ്ഷൻ ആകുന്ന യൂണിറ്റ് നമ്മൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ട് ഈ ലൈനിൽ കൂടെ ചെയ്യുന്ന കാരണം നമുക്ക് കറണ്ട് ചാർജ് വരുന്ന പ്രശ്നമില്ല.
നമുക്ക് എന്ത് കാര്യങ്ങളും ധൈര്യത്തെ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അപ്പം ഈ ഓൺ ഗ്രിഡിനകത്ത് 3 kV 5 kV അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർക്ക് ചോദിക്കുന്നുണ്ട് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിനകത്ത് നമ്മുടെ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി എങ്ങനെ നിർണ്ണയിക്കുന്നത് എന്നുള്ളത്. നമ്മുടെ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി നിർണ്ണയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വരുന്ന കറണ്ട് ചാർജിൻ്റെ ബില്ലിനെ ബേസ് ചെയ്താണ് നമുക്ക് 3 kV വേണോ അല്ല 5 kV വേണോ അല്ല 10 kV വേണോ എന്നുള്ളത് നിർണ്ണയിക്കുന്നത്. അപ്പം മിനിമം എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ആര് ഇനി ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം ചെയ്യാൻ താല്പര്യപ്പെടുന്നോ അവർ മിനിമം ഒരു 3 kW തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. കാര്യം 2 kW ആവശ്യമുള്ളവരൊക്കെ എന്നെ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് 2 kW വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അവർക്കൊരു അപ്ഗ്രേഡേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇൻവെർട്ടർ മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യണം. അത് മാത്രമല്ല 2 kW വെച്ചെടുത്തൊന്നും ഞാൻ 2 kW ഇതുവരെ വെച്ചിട്ടില്ല. കാരണം അതിൻ്റെ പ്രൊഡക്ഷൻ തീരെ കുറവാണ് ആക്ച്വലി. കാരണം ഞാൻ വെച്ചിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ആദ്യം വെച്ച് 2 kW ആണ്. വലിയ പ്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനകത്ത് 8 യൂണിറ്റൊക്കെ മാക്സിമം കിട്ടത്തുള്ളൂ. അതിനപ്പുറം കിട്ടിയിട്ടില്ല. കാരണം അതിൻ്റെ VOC വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്ത് MPPT കൺട്രോൾ ചെയ്ത് ഇച്ചിരി ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ 2 kW മച്ച് മോർ ബെറ്റർ ആണ് 3 kW. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ 3 kW നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാറ്ററി സിസ്റ്റത്തിന് അത് നമ്മൾ എന്തൊക്കെ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പറ്റും? ബാറ്ററീസ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ AC, ഫ്രിഡ്ജ്, ഇപ്പോൾ 2-3 AC, 5-6 AC എല്ലാം നമുക്ക് വേണമെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ എല്ലാം ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അതിന് ബാറ്ററി ബാങ്ക് തന്നെ വേണം. അതായത് ഒരു 4 അല്ല 4-ൽ കൂടുതൽ ബാറ്ററി ബാങ്ക് സിസ്റ്റം ഉള്ള ഇൻവെർട്ടേഴ്സിൽ നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള എല്ലാ AC കാര്യങ്ങളും പ്രവർത്തിപ്പിക്കാൻ പറ്റും. പക്ഷേ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇടിയൊക്കെ വെട്ടുന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ വീട്ടിൽ പവർ ഇൻ്ററപ്റ്റ് ഇഷ്യൂസ് 100% കാണും. അത് മാത്രമല്ല ഇതിന് മെയിൻ്റെനൻസ് കോസ്റ്റ് ഹൈ ആണ് ഈ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ ഒരു ബ്രീഫിങ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നേരെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ അടുത്തടുത്ത 5 kW 10 kW ഒത്തിരി ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ചില എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ലാഗിങ് ഉണ്ട്. ഉടനെ ഞാൻ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൽ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്ന നമ്മുടെ എൻ്റെ ഭാര്യയോട് തന്നെ ചോദിക്കുവാണ് ഇന്ന് ഇവളെ ഇതിൽ നിന്ന് ഓൺ ഗ്രിഡ് എന്തോ ഓഫ് ഗ്രിഡ് എന്തോ മനസ്സിലാക്കിയത് നമുക്ക് ഇവളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് എന്നുള്ളത് നീ ഈ ക്യാമറ നോക്കി തന്നെ പറയും. എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ചേട്ടൻ ഇവിടെ പറയുന്നത് കേട്ടിട്ടുള്ളതും സംസാരിച്ച് കണ്ടിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഓൺ ഗ്രിഡ് എന്ന് വെച്ചാൽ കറണ്ട് ബില്ല് കുറയ്ക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ഓഫ് ഗ്രിഡ് എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം കറണ്ട് പോയാലും കറണ്ട് ഉപയോഗിക്കണം എന്നുള്ളവർക്ക്, അതായത് വീട്ടുപകരണങ്ങളൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ സഹായത്തോടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഓഫ് ഗ്രിഡ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, നന്നായിട്ട്